ശ്രീ ഷോൺ, നോക്കൂ, ഇപ്പോൾ പഴയതുപോലെയല്ല. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷമില്ല, ഒറ്റയ്ക്ക് 240 അംഗങ്ങളുടെ പിന്തുണയുള്ളൂ. സ്വന്തം ഘടകകക്ഷികളെ കൺവിൻസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. JDU, TDP, RLD, LJP, ഇതിൽ ഇപ്പോൾ JDUവും LJPയും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത 8 മാസത്തിനുള്ളിൽ നേരിടാൻ പോവുകയാണ് ബീഹാറിൽ. RLD പശ്ചിമ UP-യിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. TDP ആന്ധ്രയിലും. ഇവര് മുസ്ലിങ്ങളെ ശത്രുക്കളായി കാണുന്ന പാർട്ടികളല്ല എന്ന് മാത്രമല്ല, അവർക്ക് മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇന്ന് JDUവിന്റെ നേതാവ് പറഞ്ഞത് നിതീഷ് കുമാർ കഴിഞ്ഞ 19 വർഷമായി മുസ്ലിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യില്ല എന്നാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കോൺസ്റ്റിറ്റ്യുവൻസികൾ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന കാര്യം അവിടെ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കേരളത്തിൽ പറയുന്ന അതേ കാര്യം കൊണ്ട് എല്ലാ കക്ഷികളെയും കൺവിൻസ് ചെയ്യിക്കാൻ കഴിയുമോ? അതല്ല ആദ്യത്തെ പ്രശ്നം. ഏറ്റവും വലിയൊരു കാര്യം, ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി ഇവരെല്ലാം ശ്രമിക്കുന്നത് ഒരു ഭീതി പരത്താനാണ്. നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല. ഇപ്പോൾ അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതാണ് ഇത് കുറേ കാലമായി തുടങ്ങിയിട്ട്. ന്യൂനപക്ഷ ഐക്യത്തിൻ്റെ പേരിൽ ഇവിടെ എന്തുമാകാം. മാത്രമല്ല 10-11 വർഷമായി, 11ാമത്തെ വർഷമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം മാത്രം, ഈ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ ബില്ല് അവതരിപ്പിച്ച ബഹുമാനപ്പെട്ട ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവായിട്ട് ഈ വിഷയത്തിൽ ഏറെക്കുറെ 1 മണിക്കൂറോളം ചർച്ച നടത്താനുള്ള അവസരം എനിക്കുണ്ടായി. ഞാൻ വ്യക്തമായി പറയട്ടെ, എൻ്റെ എറണാകുളത്തുള്ള ഒരു പ്രിയ സുഹൃത്ത്, ഒരു മുസ്ലിം അഭിഭാഷകൻ തന്ന മുഴുവൻ നിർദ്ദേശങ്ങൾ, അതിൻ്റെ ഒരു നിർദ്ദേശം മാത്രം ഞാൻ പറയാം. ഇതിനകത്ത് അക്കൗണ്ടബിലിറ്റി പറയുമ്പോഴും അതുമാത്രമല്ല ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ഇനി വരുന്നതിനെല്ലാം റീ രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ വഖഫിന് വസ്തുക്കൾ റീ രജിസ്ട്രേഷൻ എന്നൊരു ക്ലോസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ക്ലോസ് വരുമ്പോൾ പുരാതനമായ പള്ളികൾ, ചിലപ്പോൾ 100-150 വർഷമായിട്ടുള്ള മുസ്ലിം പള്ളികൾ, ദേവാലയങ്ങളുണ്ട്. അതിനൊന്നും വസ്തുക്കളുടെ ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ ഈ ഒരു നിർദ്ദേശം പറഞ്ഞു, ഇങ്ങനെ ഒരു നിർദ്ദേശം വന്ന അക്കൗണ്ടിൽ ഇങ്ങനെ ഒരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ വരുമ്പോൾ ഇത്തരം പള്ളികളെ ബാധിക്കും, അതൊന്ന് പരിഹരിക്കാൻ കഴിയില്ലേ? അത് വളരെ പോസിറ്റീവായിട്ടാണ് അത് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശമാണ്. തീർച്ചയായിട്ടും നമ്മളത് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതാണ്. ഞാൻ JPCക്ക് നിർദ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം JPCയോട് ആ നിർദ്ദേശം ഉൾക്കൊള്ളിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഇതിനെയെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമായി ചിത്രീകരിച്ച് ഇവിടെയുള്ള ഞാൻ ഒരു കാര്യം പറയട്ടെ, പൗരത്വ ഭേദഗതി നിയമം വന്നു, ഇവിടെ എല്ലാവരും കിടന്ന് തുള്ളിയില്ല. എന്ത് സംഭവിച്ചു? ഈ രാജ്യത്തൊന്നും സംഭവിച്ചില്ല. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെയുള്ള വലിയ കടന്നുകയറ്റമായി നരേന്ദ്രമോദി എന്ന കിരാതൻ ഇവിടെ എന്തോ കാണിച്ചു കൂട്ടാൻ പോകുന്നു പറഞ്ഞ് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ പൗരത്വ ഭേദഗതി നിയമം അനുസരിച്ച് ഏറ്റവും അധികം പൗരത്വം ലഭിച്ച ഒരു ഇസ്ലാം സഹോദരനാണ്. ഇപ്പോൾ ഇവിടെ കുറേ കാലമായിട്ട് പറഞ്ഞ് പേടിപ്പിക്കുക, ചർച്ച് ആക്ട് കൊണ്ടുവരാൻ പോകുന്നു. ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും BJP ചർച്ച് ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ BJPക്കാരനായ ഒരു ക്രൈസ്തവനാണ്. എനിക്കറിയാം എൻ്റെ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നോട് പെരുമാറുന്നതെന്ന് സംബന്ധിച്ചും ഇവിടുത്തെ ഇസ്ലാം സഹോദരങ്ങളോടൊപ്പം എങ്ങനെ പെരുമാറണമെന്നും എൻ്റെ പാർട്ടി എന്നോട് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് എങ്ങനെ വേണം, എല്ലാവരെയും ചേർത്ത് നിർത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി ഞങ്ങൾക്ക് പ്രത്യേകം തന്നിട്ടുള്ള നിർദ്ദേശം, ഞങ്ങൾ പാർട്ടിയുടെ എല്ലാവരും പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്തും. ഇവർ കുറേ വർഷമായിട്ട് ഈ മൈനോറിറ്റി ഐക്യം, അത് കോൺഗ്രസ് ഇപ്പോൾ അതിനകത്ത് ഒരു സഹ പാനലിസ്റ്റ് സൂചിപ്പിച്ചു, നാളെ കോൺഗ്രസ് ഇതിനെ ബില്ലിനെ ഏതെങ്കിലും തരത്തിൽ അനുകൂലിക്കാൻ തീരുമാനമെടുത്താൽ ഈ രാജ്യത്തുള്ള മുസ്ലിം സഹോദരങ്ങൾ അനാഥമാകാണ് എന്നൊരു വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടു. അങ്ങനെ അനാഥമാകാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സഹോദരങ്ങളുടെ മുഴുവൻ പിതൃത്വം നിങ്ങൾ കോൺഗ്രസിനെ ഏൽപ്പിച്ചോ? അതെനിക്ക് മനസ്സിലായില്ല. ഇവിടെ കോൺഗ്രസ് മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണോ കോൺഗ്രസ്? ഞാനല്ല അങ്ങനെയല്ല കേട്ടിട്ടുള്ളത്, അങ്ങനെയല്ല അവർ പറയാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അങ്ങനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല വഖഫ് ഭേദഗതിയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിനകത്ത് ഇവർ അന്ധമായി എതിർക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ നൗഷാദ് അദ്ദേഹം സൂചിപ്പിച്ചു, അതിനകത്ത് ഡിലീറ്റ് ചെയ്യപ്പെടേണ്ട ഭരണഘടനയ്ക്ക് വിരുദ്ധമായി 24 മണിക്കൂറും കയ്യിൽ ഭരണഘടന പിടിച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ കോൺഗ്രസിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി. എല്ലപ്പോഴും അതൊന്ന് തുറന്നു നോക്കണം. ഭരണഘടനയ്ക്ക് വിരുദ്ധമായുള്ള ഈ രാജ്യത്തെ ഭരണഘടനയ്ക്ക് പൗര നിയമങ്ങൾക്കും വിരുദ്ധമായുള്ള നിയമങ്ങളെങ്കിലും അമെൻഡ് ചെയ്യാനുള്ള സാമാന്യ മര്യാദയ്ക്ക് കൂട്ടുനിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ലേ? ശരി.